ഇരുണ്ട ആകാശത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന മഴത്തുള്ളികൾ ശക്തിയിൽ നിലത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നു. സ്റ്റാൻഡിലെ ആളൊഴിഞ്ഞ സീറ്റിൽ മൗനമായി ഇരിക്കുകയായിരുന്നു ഇരുവരും. കോട്ടയം 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 നിരനിരയായി നിർത്തിയിട്ട ബസ്സുകളിലൊന്നിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന കേൾക്ക് അവനെ നോക്കി നേർത്ത് ചിരി നൽകി തലയാട്ടി യാത്ര പറഞ്ഞ് ബസ്സിനരികിലേക്ക് നടന്നു. കയറുന്നതിന് മുമ്പായി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അവളെ തന്നെ ദയനീയമായി നോക്കി നിൽക്കുകയായിരുന്നവൻ വേഗം ബസ്സിലേക്ക് കയറിയിരുന്നു. പുറത്ത് ഇടവപ്പാതി തകർത്ത് പെയ്യുന്നുണ്ട്. രാത്രി 7 മണിയോടടുത്തിരുന്നു. സ്റ്റാൻഡിലും ബസ്സുകളിലും തിരക്ക് നന്നായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. ചിലർ ബസ്സിലേക്കായിരുന്നു. സീറ്റുകളിൽ ഓരോന്നിലും വന്നിരിക്കുന്നതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. മഴയുടെ കുളിര് ശരീരത്തെ പൊതിഞ്ഞു തുടങ്ങിയതും ഷാളെടുത്ത് മേലാകെ പുതച്ച് മുഖത്തേക്ക് വീണ് നനഞ്ഞൊട്ടിയ മുടിഴകൾ ഒതുക്കി വെച്ച് മിഴികൾ അടച്ചു. സൈഡ് ഗ്ലാസ് വലിച്ചുറന്ന് പുറത്തേക്ക് നോക്കിയതും അവനിരുന്നയിടം ശൂന്യമായിരിക്കുന്നു. അറിയാതെ ഉള്ളിലൊരു ഗദ്ഗതം വന്ന് മൂടി. ഇനി എന്നാണ് ഇതുപോലെ തമ്മിലൊന്ന് കാണാൻ? കാതിനരികിലായി നേർത്ത ശബ്ദത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ചോദ്യം പാതിയിൽ വിഴുങ്ങി പ്രതീക്ഷയോടെ അവളെ നോക്കിയിരിക്കുകയായിരുന്നു. ബസ്സിന്റെ ജനലോരം ചേർന്നിരുന്നവൻ ചോദ്യങ്ങൾക്ക് മെല്ലെ തലതാഴ്ത്തി. അറിയില്ല. നന്നേ നേർത്ത സ്വരത്തിൽ തന്നെ അവനുള്ള ഉത്തരവും നൽകി. മൗനമായി തന്നെ 20 നിമിഷങ്ങൾ തള്ളി നീക്കി. നിർത്താതെ ബെല്ലടിച്ചുകൊണ്ട് വീണ്ടും കണ്ടക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബസ് സ്റ്റാർട്ടായതും ഇരുവർക്കുള്ളിലും വെപ്രാളം നിറഞ്ഞു. വണ്ടി നീങ്ങി തുടങ്ങിയതും അവനെ തലതിരിച്ചത് നോക്കി. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞാൽ തനിക്ക് ഇഷ്ടാവില്ല എന്നൊന്നും അറിയില്ല. പക്ഷെ കുറേ കാലമായിട്ട് ഉള്ളിൽ കൊണ്ടുനടക്കുന്നൊരു കാര്യമായിരുന്നു. എന്താ? ഇപ്പൊ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ എനിക്കതിനുള്ള ധൈര്യമില്ലടോ. ഇനിയൊരു കൂടിക്കാഴ്ചക്കുള്ള വിധി ഉണ്ടാവുമെങ്കിൽ അന്ന് പറയാടോ. വണ്ടി നീങ്ങി തുടങ്ങിയതും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ബസ്സിൽ നിന്ന് ചാടിയിറങ്ങി. വെപ്രാളത്തോടെ വീണ്ടും ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്തു നിന്നും കൈവീശി കാണിക്കുന്നുണ്ടവൻ തിരിച്ചും കൈവീശി കാട്ടി. എന്തോ മൊഴിയുവാനുണ്ടാകും ഈ മഴയ്ക്ക് എന്നോട് മാത്രമായി. ഏറെ സ്വകാര്യമായി സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ. എൻ്റെ ജനാല തന്നരികിൽ ഇളം കുങ്കുമക്കാറ്റിൻ്റെ ചിറകിൽ എന്തോ മൊഴിയുവാനുണ്ടാകും ഈ മഴയ്ക്ക് എന്നോട് മാത്രമായി, ഏറെ സ്വകാര്യമായി. കാതിനെ കുളിരണിയിച്ചുകൊണ്ട് ബസ്സിലെ മ്യൂസിക് ബോക്സ് ഓണായി. വിഷ്ണു, എനിക്കും പറയാനുണ്ടോ? മിഴികൾ നിറച്ചുകൊണ്ട് ഉച്ചത്തിൽ അവളും വിളിച്ചു പറഞ്ഞു. ഷാളിൻ തുമ്മിനാൽ തന്റെ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടന്നു. മുഖം താഴ്ത്തി നിൽക്കുകയായിരുന്നവൻ ആഗ്രഹിച്ചതെന്തോ കേട്ട പോലെ പെട്ടെന്ന് മുഖമുയർത്തി നോക്കി സന്തോഷത്തോടെ ചിരിച്ചു. വൈഷ്ണവി! തന്നെ കടന്നുപോകുന്ന ബസ്സിന് പുറകെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടി. എന്നാൽ ഒരു കറുത്ത പൊട്ടായി അത് തന്നെ കടന്നു പോകുന്നത് നിശ്ചലമായി നോക്കി നിൽക്കാൻ അവന് കഴിഞ്ഞുള്ളൂ. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരോടെ മുഖം പൊത്തി നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ 11:30 കഴിഞ്ഞിരുന്നു. ഇന്ന് ഒത്തിരി വൈകിയല്ല മോനെ, എന്തു പറ്റി? ബൈക്കിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് അമ്മ പുറത്തേക്ക് വന്നു. അത് ഒരത്യാവശ്യത്തിന് ആ മുരളിയുടെ കൂടെ പോവേണ്ടി വന്നു. അല്ല, കഴിക്കണില്ലേ? വേണ്ട, ഞാൻ കഴിച്ചതാ. എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അകത്തേക്ക് കയറി. വാതിലടച്ച് കട്ടിലേക്ക് വന്ന് വീണു. അപ്പോഴും ഉള്ളിൽ നിറയെ വെള്ളവസ്ത്രം ധരിച്ച എപ്പോഴും പുഞ്ചിരിക്കുന്ന ആ മാലാഖ പെണ്ണായിരുന്നു. വീണ്ടും ഉള്ളിലൊരു തേങ്ങലായി അവൾ കടന്നു വരുന്നത് അറിഞ്ഞു. നഷ്ടബോധത്തോടെ മിഴിനീരിനെ തുറന്നു വിട്ട് അവളുടെ ചിന്തകളോടെ കിടന്നു. ഒരു ബസ് യാത്രയിലാണ് വൈഷ്ണവി ആദ്യമായി തമ്മിൽ കാണുന്നത്. ചേട്ടാ, ബാക്കി എത്രയാ? 1 രൂപ. 1 രൂപയോ? ഇന്നത്തെ കാലത്ത് 1 രൂപ പാവം ഭിക്ഷക്കാർക്ക് പോലും വേണ്ടല്ലോ. ഭിക്ഷക്കാർക്ക് വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വേണം. ആ 1 രൂപ ഉണ്ടെങ്കിൽ അടുപ്പത്തേക്കാൾ ഒരു തീപ്പെട്ടി വാങ്ങാനായി. വാശിയോടെ പറഞ്ഞുകൊണ്ട് 1 രൂപ നാണയം തട്ടിപ്പറിച്ച് വാങ്ങി. ഈ 1 രൂപ നമ്മളൊന്ന് കൊടുക്കാതിരുന്ന കാണായിരുന്നു. അല്ലെങ്കിൽ ഈ കണ്ടക്ടർമാരുടെ സ്ഥിരം പണിയാ. അടുത്തിരിക്കുന്ന ആളോട് ഓരോന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടു. ചുറ്റുമുള്ളവർ തന്നെ നോക്കി ചിരിക്കുന്നതും പിറുമുറുക്കുന്നതൊക്കെ കണ്ടതും വല്ലാത്തൊരു നാണക്കേട് തോന്നി. എവിടുന്ന് വരുന്നോ എന്തോ രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഇഷ്ടക്കേടോടെ അവളെ കടുപ്പിച്ച് നോക്കി അടുത്തയാൾക്കുള്ള ടിക്കറ്റ് കൊടുത്തു. ഒന്ന് ഒതുങ്ങിന്നൂടെ പിള്ളേരെ. ദേ, പുറകിലേക്ക് ഒത്തിരി സ്ഥലമുണ്ട്, പുറകിലേക്ക് പോയിക്കേ. ഒരു വലിയ ബാഗ് തൂക്കി മനുഷ്യൻ നടക്കാനും വയ്യ. അവളോടുള്ള ദേഷ്യത്തിന് സ്കൂൾ പിള്ളേരെ 1-2 പറഞ്ഞ് മുന്നോട്ട് നടന്നു. അവൾ തന്നെ തിരിഞ്ഞ് കടുപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് വാതിൽക്കൽ നിൽക്കുന്ന പയ്യനോട് എന്തോ പറഞ്ഞ് മുഖം കനപ്പിച്ച് അവൾ കടന്നുപോയി. എന്താടാ ആ പെണ്ണ് പറഞ്ഞേ? ചേട്ടനോട് BP-യുടെ മരുന്ന് വാങ്ങി കഴിക്കാൻ. എന്തിന്? ചേട്ടന്റെ ചോര വല്ലാതെ തിളച്ച് പറഞ്ഞ് കിടക്കുമല്ലേ, അതൊന്ന് നോർമലാക്കാൻ.
കളിയാക്കിക്കൊണ്ട് പറയുന്നവന്റെ തലക്കൊന്നു കൊട്ടി അവൾ പോയ വഴിയെ നോക്കി പല്ലിയരിച്ചു. അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു കാരണം കൊണ്ട് മനസ്സുമടുത്തു. പിന്നെ ഇന്നു രാവിലത്തെ യാത്രയിൽ അവൾ ഉണ്ടാകുമായിരുന്നു. ആളുകളെല്ലാം കേട്ട നാണക്കേടും തന്നെ കളിയാക്കിയവളോടുള്ള ഇഷ്ടക്കേടും അവളെ കാണുമ്പോൾ മുഖം തിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി. എത്ര ദിവസം കഴിഞ്ഞിട്ടും അവളോടുള്ള നീരസം മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. ഒരിക്കൽ ബസ്സുകൾ തമ്മിലുള്ള മത്സരപ്പാച്ചിലിൽ ചെറുതായി തമ്മിൽ ഉരസി. അതിൻ്റെ പേരിൽ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കായി. പിടിച്ചു തള്ളലും കയ്യാങ്കളിയുമൊക്കെയായി. വഴക്കിനിടയിൽ ഡ്രൈവറായ ശശിയേട്ടന് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലായി. അന്ന് പരിശോധിക്കാൻ വന്ന ഡോക്ടർക്കിടയിൽ വെള്ള യൂണിഫോം ധരിച്ച് ഗ്ലൂക്കോസ് ഇടാനും ഇഞ്ചക്ഷൻ ചെയ്യാനുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നവളെ കണ്ട ഞെട്ടലായിരുന്നു അവൻ. വൈഷ്ണവി? കഴുത്തിൽ തൂങ്ങിയാടുന്ന ID കാർഡിൽ നിന്ന് പേര് വായിച്ചെടുത്തു. ദേ, ഈ മരുന്ന് വാങ്ങിക്കൊണ്ടിരണം. പിന്നെ ആൾക്ക് കഴിക്കാൻ വല്ല വാങ്ങിയേക്ക്. അത്യധികം ബഹുമാനത്തോടെ തന്നെ നോക്കി പറഞ്ഞുകൊണ്ട് കടന്നുപോയി. സാധനങ്ങൾ വാങ്ങി ശശിയേട്ടന് കഴിക്കാൻ കൊടുത്തിരിക്കുമ്പോഴായിരുന്നു പോലീസ് മൊഴിയെടുക്കാൻ വന്നത്. തല്ലുപിടിയായതിനാൽ പോലീസ് കേസുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി പ്രശ്നം ഒതുക്കി തീർത്ത് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ശശിയേട്ടൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ എത്തിയിരുന്നു. കരയുന്നവരെ സമാധാനിപ്പിക്കുന്നവളെ കണ്ടുകൊണ്ടാണ് മുറിയിലേക്ക് കയറിയത്. ഒരാൾ നിന്നാൽ മതി, ഇത്രയും പേരൊന്നും കൂടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ നിന്നോളൂ, ചേച്ചി മക്കളെയും കൊണ്ട് പോയിക്കോ. നാളെ ഇവർ ക്ലാസ് ഉള്ളതല്ലേ, എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. ചെല്ല്. സ്വന്തം ചേച്ചിയോടെന്ന പോലെ പറഞ്ഞ് അവരൊരു ഓട്ടോയിൽ കയറ്റി വിട്ടു. എത്ര ദിവസം അവിടെ കിടക്കേണ്ടി വരും സിസ്റ്ററെ? നാളെ ഡോക്ടർ വന്നിട്ട് എത്ര ദിവസം കിടക്കുന്നതിനെ പറ്റിയൊക്കെ പറയും. മുറിവെന്ന് അത്ര വലുതല്ലാത്തതുകൊണ്ട് നാളെ തന്നെ ഡിസ്ചാർജ് എഴുതുമായിരിക്കും. അല്ലെങ്കിൽ ഈ ചെറിയ മുറിവിനൊക്കെ വെറുതെ എന്തിനാ അവിടെ കിടക്കുന്നത്? റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി എടുത്തോളാം. ശശിയേട്ടൻ താല്പര്യക്കുറവോടെ പറഞ്ഞു. അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുകാരുടെ സ്ഥിരം ഏർപ്പാടാ. ഒരു കുഞ്ഞു മുള്ളൂത്തിയാൽ പോലും ആന കുത്തിയ രീതിയിൽ പൊലിപ്പിച്ച് കാണിച്ച് ബില്ലടപ്പിക്കുന്ന പരിപാടി. കിട്ടിയ അവസരത്തിൽ അവൻ അവൾക്കെതിരെ തിരിച്ചടിച്ചു. തിരിച്ചൊരു മറുപടി ഉത്തരമായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും പറയാതെ ചിരിയോടെ അവൾ കടന്നുപോയിരുന്നു. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ആളെ ഓരോന്നും ചോദിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഒന്നിനും കടുപ്പിച്ചൊരു മറുപടി കിട്ടിയില്ല. രാത്രി ആൾക്ക് പകരം മറ്റൊരു നേഴ്സായിരുന്നു. പക്ഷെ വൈഷ്ണവിയെ കഷ്ടപ്പെടുത്തിയ പോലെ ആളെ കഷ്ടപ്പെടുത്തിയില്ല. പിറ്റേന്ന് ശശിയേട്ടനെ ഡിസ്ചാർജ് ആക്കിയിരുന്നു. രാവിലെ തന്നെ ചിരിച്ച മുഖത്തോടെ ആള് മുന്നിലെത്തിയിരുന്നു. ഇന്നലത്തെ പോലെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു. അന്ന് തന്നെ ശശിയേട്ടനെ ഡിസ്ചാർജ് ആക്കി. 2 ദിവസത്തെ ക്ഷീണം അന്നത്തെ ദിവസം നന്നായി തന്നെ ഉറങ്ങി തീർത്തു. പിറ്റേന്ന് രാവിലെ തന്നെ ബസ് ഇറക്കി. ശശിയേട്ടന് പകരം മറ്റൊരാളെ വെച്ചിരുന്നു. അന്ന് രാവിലെ എന്നും കയറുന്ന സ്റ്റോപ്പിൽ നിന്നും വൈഷ്ണവിയും കയറിയിരുന്നു. പൈസ കൊടുത്ത് തിരിഞ്ഞതും പുറകിൽ നിന്ന് വിളി വന്നിരുന്നു. ശശിയേട്ടൻ എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചതും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ഉത്തരം നൽകി സിരിയോട് അടുത്ത ആൾക്കടുത്തേക്ക് നടന്നു. ശശിയേട്ടൻ തിരിച്ചു വരുന്നവരെ എന്നും ആ ചോദ്യം ഒരു പതിവായി. ആദ്യത്തെ ഇഷ്ടക്കേടുകളൊക്കെ മെല്ലെ മെല്ലെ മനസ്സിൽ നിന്ന് അറിയാതെ തന്നെ മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഒടുവിൽ വൈഷ്ണവി കയറുന്ന സ്റ്റാൻഡിൽ നിന്ന് ആളെ കാണാതെ വന്നു എന്തോ നിരാശ തന്നെ വന്ന് മൂടി. പിറ്റേന്നും ആളെ കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞാണ് പിന്നെ അവളെ കണ്ടത്. കുറേ ആളെ കണ്ടിട്ട് എന്തു പറ്റി? അച്ഛൻ മരിച്ചു, നാട്ടിലേക്ക് പോയതായിരുന്നു. കണ്ണു നിറച്ച് പറയുന്നവളെ നോക്കി എന്ത് പറയണമെന്നറിയാൻ നിൽക്കേണ്ടി വന്നു. പിറ്റേന്ന് മുതൽ ഒന്നും ചോദിച്ചില്ല. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകെ ആ പഴയ ചിരി ആ ചുണ്ടുകളിൽ വീണ്ടും സ്ഥാനം പിടിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ അമ്മയുടെ ഭാഗത്തിനുള്ള ചികിത്സക്ക് ആരുടെയൊക്കെയോ നിർദ്ദേശം മൂലം പുതിയ ഡോക്ടറെ കാണാനായി അമ്മയ്ക്കൊപ്പം പോവേണ്ടി വന്നു. ഒരു ഫോൺ വന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അമ്മയോട് സംസാരിച്ചിരിക്കുന്നവളെയാണ് കണ്ടത്. അവൾ കാണാതെ ഒതുങ്ങി മാറി നിന്നു. അവൾ തന്റെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ആളുടെ അമ്മയുമായി അമ്മയും പെട്ടെന്ന് തന്നെ കൂട്ടായി മാറി. ആ, എൻ്റെ മോൻ വന്നില്ല മോളെ, ഇതാ എൻ്റെ മോന് വിഷ്ണു, നാട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ. ആളുടെ മുഖത്ത് വിരിയുന്ന ഞെട്ടൽ ഒരു ചിരിയോടെ നോക്കി കാണുകയായിരുന്നു താൻ. മരുന്ന് വാങ്ങി അവരോട് യാത്ര പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. താൻ നോക്കുന്ന കണ്ടതും വെപ്രാളത്തോടെ മുഖം തിരിക്കുന്ന കണ്ടു. അന്ന് വീട്ടിലെത്തിയപ്പോൾ ഒത്തിരി വൈകിയിരുന്നു. അത്താഴം കഴിക്കുന്നതിനിടയിൽ അച്ഛനോട് വൈഷ്ണവി അവളുടെ അമ്മയെയും പറ്റി പറയുന്നു കേട്ടു. കോട്ടയത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് വൈഷ്ണവിയുടെ വീട്. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മക്കും ഒറ്റ മകള്. അവളെ പഠിപ്പിക്കാൻ വീട് പണയം വെച്ച് ലോൺ എടുത്തു. പഠിച്ച് ജോലിയായി കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 2 മാസം മുമ്പ് അച്ഛൻ്റെ അപ്രതീക്ഷിതമായ മരണം. അറ്റാക്കായിരുന്നു. ഇവിടെ ഹോസ്റ്റലിൽ നിന്നാണ് ആള് ജോലിക്ക് വരുന്നത്. അമ്മയുടെ ചികിത്സയിൽ ലോണിൻ്റെ തുകയൊക്കെ അവളുടെ തലയിലായെന്ന് കേട്ടതും വല്ലാത്തൊരു സങ്കടം തോന്നി. കുറച്ചു നാളായി താൻ അറിയാതെ തന്നെ തൻ്റെ ഉള്ളിൽ വിരിയുന്ന ഭാവങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു അയാൾ. ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ഓരോ മാസം കൂടുമ്പോൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നിരുന്നു. അതോടെ കുറച്ചുകൂടി വൈഷ്ണവിയുമായി അടുത്തു. ഞാൻ ഇറാഖിലേക്ക് പോവാട്ടോ, നല്ലൊരു ജോലി ശരിയായിട്ടുണ്ട്, കടങ്ങളൊക്കെ തീർക്കണം, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് അമ്മയെ കണ്ണു നിറക്കാൻ നോക്കണം.
എൻ്റെ അച്ഛൻ മരിക്കും വരെ രാജ്ഞിയെപ്പോലെ കൊണ്ടു നടന്നതായിരുന്നു. എന്തോ നിങ്ങളോട് മാത്രമേ യാത്ര പറയാനുള്ളൂ. എന്തെങ്കിലും കാണാം കേട്ടോ. ഉത്തരമൊന്നും നൽകിയില്ല. എന്തിന്, ഒരു യാത്ര പോലും പറയാൻ കഴിഞ്ഞില്ല. ഉള്ളിലെ നോവ് അടക്കി വെച്ച് ആശംസകൾ അറിയിക്കുന്നതിന് മുമ്പായി അവൾക്ക് പോവാനുള്ള ബസ് എത്തിയിരുന്നു. തീരെ പറ്റില്ലെന്ന് തോന്നിയതും മനസ്സിൽ കുറേ കാലമായി അടക്കി വെച്ച് തൻ്റെ മനസ്സ് തുറക്കാൻ തീരുമാനിച്ചു. ബസ്സിലേക്ക് കയറി അവൾക്കടുത്തേക്ക് ചെന്നെങ്കിലും പറയാൻ കഴിഞ്ഞില്ല. അവൾക്കുള്ളിൽ അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ ആ മനസ്സ് വേദനിച്ചാലോ എന്നൊരു ഭയമായിരുന്നു. പക്ഷേ അവൾ എന്നെപ്പോലെ എന്തോ പറയാൻ ആഗ്രഹിച്ചിരുന്നു. ആ കണ്ണുകളിൽ തെളിഞ്ഞിരുന്ന ഭാവങ്ങൾ തന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. കിടന്നിട്ട് ഉറക്കം വന്നില്ല. എല്ലാം നെഞ്ചിലൊതുക്കി സ്വയം കുറ്റപ്പെടുത്തി. ഒരിക്കലും അമ്മയ്ക്കൊപ്പം ഹോസ്പിറ്റൽ പോകാൻ വിളിച്ചെങ്കിലും ചെന്നില്ല. പക്ഷേ അന്ന് രാത്രി അച്ഛനും അമ്മയും വൈഷ്ണവിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. അവളുടെ അമ്മ ഒരു ബന്ധുവിനൊപ്പം ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അവർ വഴി ആൾ ഇറാഖിലെത്തിയതും ജോലിക്കായതുമൊക്കെ അറിഞ്ഞു. സുഖമായി ഇരിക്കുന്നെന്ന് കേൾക്കെ എന്തോ ഒരു സന്തോഷം. ദിവസങ്ങൾ പോകെ പോകെ സാധാരണ നിലയിലേക്ക് തൻ്റെ മനസ്സ് മാറിയിരുന്നു. അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ഒരിക്കൽ ഉറക്കത്തിനിടയിൽ അമ്മയുടെ വെപ്രാളം പിടിച്ചുള്ള വിളികൾക്ക് എന്നാൽ തന്നെ തകർക്കാൻ മാത്രം ശേഷിയുള്ള ആ വാർത്ത അറിഞ്ഞതും അനക്കമറ്റ് നിന്നു. ഇറാഖിലെ യുദ്ധമേഖലയിൽ മലയാളി നഴ്സുമാരെ ബന്ദികളാക്കി രക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. ഞെട്ടിയെഴുന്നേറ്റ് അഴിഞ്ഞുളഞ്ഞ മുണ്ട് വാരിച്ചുറ്റി ഹാളിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ വാർത്തയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവർക്കരികിലേക്കിരുന്ന ഫ്ലാഷ് ന്യൂസ് വായിക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു കൊളുത്തി വലിക്കലായിരുന്നു. പനി കുറഞ്ഞോടാ? നെറ്റിയിലും മേലൊക്കെ തൊട്ടുള്ള അമ്മയുടെ ചോദ്യത്തിന് മൂളൽ മാത്രം ഉത്തരമായി നൽകി. ഈശ്വര, ആ കൊച്ചി ഇവിടെയല്ലേ? പാവം, ആ തള്ളക്ക് ആകെയുള്ള ഒരാശ്രയ ആ കൊച്ച. ഒന്നും പറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. അമ്മ സങ്കടം പറഞ്ഞ് കണ്ണു തുറക്കുന്ന കണ്ടു. വെപ്രാളത്തോടെ എഴുന്നേറ്റ് മുഖം കഴുകി ഷർട്ട് മാറ്റി പുറത്തേക്ക് നടന്നു. വൈഷ്ണവി പറഞ്ഞറിഞ്ഞ സ്ഥലപ്പേര് വെച്ച് അവളുടെ നാട്ടിലേക്ക് തിരിച്ചു. മരണതുല്യമായിരുന്ന ആ വീട്, തൻ്റെ മകളുടെ അവസ്ഥയിൽ നെഞ്ചുരുകി നിലവിളിക്കുന്ന അമ്മയുടെ കണ്ണുനീർ അവനെ വല്ലാതെ ചുട്ടു പൊള്ളിച്ചു. അത്രനേരം പിടിച്ചു നിന്ന സങ്കടം കണ്ണുനീരായി ഒഴുകിയിറങ്ങി. മനസ്സൊന്ന് തണുക്കുന്നവരെ കരഞ്ഞു തീർത്തു. അന്ന് രാത്രി അമ്മയോട് അവളുടെ നാട്ടിലേക്ക് പോയതും അവളുടെ അമ്മയെ കണ്ട കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അത്ഭുതത്തോടെ നോക്കുന്ന കണ്ടു. നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ചുംബിച്ചു. പിറ്റേ ദിവസം അമ്മയ്ക്കൊപ്പം പോവേണ്ടി വന്നു. ഇന്നലെ കണ്ട നാട്ടുകാരോ ബന്ധുക്കളോ ഒന്നും ഇന്ന് അവിടെ ഇല്ലായിരുന്നു. അമ്മയെ കണ്ടതോടെ നെഞ്ചുപൊട്ടി കരഞ്ഞവരെ അമ്മയും ചേർത്ത് പിടിച്ച് കരഞ്ഞു. മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയുടെ കാത്തിരിപ്പിന്റെ കണ്ണുനീരിന്റെ ഫലം പോലെ അവരെ മോചിപ്പിച്ചെന്ന വാർത്ത സന്തോഷം കൊണ്ട് കണ്ണു നിറച്ചു. വീടിന് ചുറ്റും വാർത്തയറിഞ്ഞ ആളുകൾ കൂടിയിരുന്നു. അമ്മയെ ചേർത്ത് പിടിച്ച് കരയുന്നവളെ ജനങ്ങൾക്കിടയിൽ നിന്ന് കണ്ണിറയെ കണ്ടു. ആളുകൾ ഒഴിഞ്ഞു. എന്താ എന്നോടൊന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞ് പറയുന്നില്ലേ? വീടിന് പുറകിലെ മഞ്ചാടി ചോട്ടിലായി നിൽക്കുന്നവന്റെ അരികിലേക്ക് വന്നു. എന്താ എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നോടും പറയുന്നില്ലേ? എന്ത്? കാരണം എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഈ മനസ്സിലുള്ളത്, അല്ലേ? വാക്കുകൾ കൊണ്ട് പറഞ്ഞതിൻ്റെ ഭംഗികളേണ്ട, പറഞ്ഞറിയിക്കുന്നതിലും ഭംഗി അനുഭവിച്ചറിയുന്നതിലല്ലേ? അങ്ങനെ മതിയിടൂ. കണ്ണു നിറഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് ചായുമ്പോൾ ആ ഹൃദയം എന്തോ അവളോട് മന്ത്രിച്ചിരുന്നു.